അക്ബറും ആദിലയും നൂറയും റെന ഫാത്തിമയും കൊണ്ടിരുന്ന് സംസാരിക്കുകയാണ്. ആദില അക്ബറിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇവിടുന്ന് കിട്ടുന്നതിനെ പറ്റി, അല്ലെങ്കിൽ ടാസ്കിനകത്ത് കിട്ടി, അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ കിട്ടി, ഇതിൽ ഇക്കയുടെ മുഖത്ത് മാത്രമാണ് ഒരു വാട്ടമുള്ളത്. ബാക്കി എല്ലാവരും ഹാപ്പിയാണ്. പക്ഷേ ഇക്കായ്ക്ക് മാത്രം മുഖം ഡൗൺ ആയി പോകുന്നു. അതെന്തുകൊണ്ടാണ്? അതൊരു അസൂയ സ്വഭാവം ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ? ഇപ്പോൾ ഇതൊരു റിയാലിറ്റി ഷോ ആണ്. ഇവിടെ വന്നിട്ട് നമ്മളൊരു ഗെയിം കളിക്കുകയാണ്. അപ്പോൾ ഗെയിം കളിച്ച് ജയിക്കുന്ന ആളിന് ഗോൾഡ് കോയിൻ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ ഗോൾഡ് കോയിൻ കിട്ടി, എനിക്ക് ആ ഗോൾഡ് കോയിൻ കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് വിഷമം ഉണ്ടാവും. എനിക്കത് കിട്ടിയിട്ടില്ല. മറ്റൊരാൾക്ക് കിട്ടിയതിനകത്തുള്ള വിഷമമല്ല എനിക്കുള്ളത്, എനിക്ക് കിട്ടാത്തതിലുള്ള വിഷമമാണെന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നത്, നൂറയ്ക്ക് സൂപ്പർ പവർ കിട്ടിയ ഒരു ഗെയിം ഉണ്ടായിരുന്നു, അതിനകത്ത് പറ്റി ഇക്കയുടെ അഭിപ്രായം എന്തുവായിരുന്നു? അന്നേരവും ഇക്കയുടെ മുഖം വല്ലാതിരുന്നത് അത് ഞങ്ങൾ ശ്രദ്ധിച്ചെന്ന് ആദില പറയുന്നുണ്ട്. സൂപ്പർ പവർ കിട്ടിയ ഗെയിം എന്ന് പറഞ്ഞാൽ 3 പേര് ചേർന്നുള്ള ഗെയിമായിരുന്നു. 3 സൂപ്പർ പവർ കിട്ടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അഭിലാഷിന് സൂപ്പർ പവർ കൊടുക്കാഞ്ഞത്? ഒരെണ്ണം ബിന്നി എടുത്ത്, ഒരെണ്ണം നൂറ് എടുത്ത്. എന്തുകൊണ്ട് അഭിലാഷിന് കൊടുത്തില്ല? ആ 2 സൂപ്പർ പവറുകളും നൂറ് എടുത്ത് വെച്ച്. അഭിലാഷിന് ആ ഒരു സൂപ്പർ പവർ കൊടുക്കാത്തതിനകത്ത് എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, ക്യാപ്റ്റൻ്റേതായ ഒരു പ്രിവിലേജ് ഇല്ലേ, ആ പ്രിവിലേജാണ് അവൾ യൂസ് ചെയ്തത്. അവൾക്ക് എന്തുകൊണ്ട് സൂപ്പർ പവർ 2 എണ്ണം വെച്ചുകൂടാ? അങ്ങനെ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. റെന ഫാത്തിമ ഉടനെ ചോദിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾക്കാണ് ഈ 3 പവർ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുമായിരുന്നോ? അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, എന്തായാലും സ്വാഭാവികമായിട്ടും ഞാനത് 3ആയിട്ട് വീതിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേര് ചേർന്നുള്ള ഒരു ഗെയിമാണ്. അപ്പം 3 പേരും അത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് 3 പേർക്കായിട്ട് അത് എടുത്തുകൂടാ? ഇവിടെ അപ്പാനി ഔട്ടായിപ്പോയി. അപ്പാനി ഇവിടെ നല്ല ഫാൻ ബേസ് കിട്ടേണ്ടുന്ന ഒരാളും നന്നായിട്ട് പെർഫോമുകൾ ചെയ്ത ഒരു വ്യക്തിയുമാണ്. അപ്പാനി എങ്ങനെ ഔട്ടായിപ്പോയി? അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫാൻ ബേസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നതിനകത്ത് തെറ്റെന്താണ്? നിങ്ങൾ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഒന്നും ഡയറക്റ്റ് അല്ലാത്ത രീതിയിൽ അതും ഇതും പല ടോപ്പിക്കുകൾ എടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. എനിക്കും ഇങ്ങനെ സംസാരിക്കാൻ അറിഞ്ഞൂടാത്തതല്ല, എനിക്കങ്ങനെ സംസാരിക്കേണ്ട. എന്തായാലും അത് തുറന്ന് ചോദിക്കണം. ഏത് കാര്യമാണോ ആ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണം എന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ആദ്യം മുതൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഒരു ഡയറി ഉണ്ട്, അതിനകത്ത് ഞങ്ങൾ കുറിക്കുന്ന ഞങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല ആൾക്കാരെ മാത്രമേ ഞങ്ങൾ ഫ്രണ്ട് ആക്കുകയുള്ളൂ. അതിനകത്ത് ആ ബുക്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. അപ്പം അക്ബർ അന്നേരം തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തത് എൻ്റെ കുഴപ്പമൊന്നും അല്ലെന്ന്. അപ്പം വീണ്ടും ആദര തിരുത്തി പറയുന്നു, ഫ്രണ്ട്സ് ഇല്ലാത്തതല്ല, ക്വാളിറ്റി ഫ്രണ്ട്സ് ഞങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ക്വാളിറ്റി ഫ്രണ്ട്സാണ്, ക്വാണ്ടിറ്റി അല്ല ഞങ്ങൾ മാറ്റർ ചെയ്യുന്നത്, ക്വാളിറ്റിയാണ് മാറ്റർ ചെയ്യുന്നതെന്ന് ആദില പറയുന്നുണ്ട്. അപ്പോൾ റെന ഫാത്തിമ പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എപ്പോഴും ഇക്കടെ കൂടിയിരിക്കുന്ന ഒരാളായിട്ട് പോലും റീഗൽ ജ്വല്ലറിയുടെ ആ ഒരു ഗോൾഡ് കോയിൻ എനിക്ക് കിട്ടിയപ്പോൾ ഇക്കടെ മുഖത്ത് വലിയ സന്തോഷമില്ലായിരുന്നു. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു വിഷമം ഉണ്ടായി. അപ്പം അക്ബർ അതിന് മറുപടി പറയുന്നുണ്ട്, നിനക്ക് കിട്ടിയതിനകത്തല്ല, എനിക്ക് കിട്ടാത്തതിനകത്തുള്ള വിഷമമാണ്, അതല്ലാതെ നിനക്ക് ഗോൾഡ് കോയിൻ കിട്ടുന്നതിന് എനിക്കെന്താ? എൻ്റെ തോന്നലുകൾ ശരിയാവാനൊന്നുമില്ല, പക്ഷേ എൻ്റെ തോന്നലുകൾ ഞാൻ പറയുന്നത് കൊണ്ട് എന്താണ് തെറ്റ് എന്ന് അക്ബർ ഖാൻ ചോദിക്കുന്നുണ്ട്. ആദിലയും റെന ഫാത്തിമയും കൂടി ഓരോന്നും മാറിയും തിരിഞ്ഞും അക്ബറിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂറ ഇടയ്ക്ക് മാത്രം സംസാരിക്കുന്നുള്ളൂ, പക്ഷേ സംസാരം ഇപ്പോൾ കയർത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദിലയും നൂറയും റെനയും കൂടി അക്ബറിനെ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്ന കണക്ക് സംസാരിക്കുകയാണിപ്പോൾ.